മന്ത്രങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഇന്നത്തെ വീഡിയോയിൽ ഗായത്രി മന്ത്രവും അതിൻ്റെ അർത്ഥവുമാണ് പറയാൻ പോകുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളിലും കാണുന്ന ഒരു വൈദിക മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഗായത്രി എന്നതിൻ്റെ അർത്ഥം ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് എന്നാണ്. നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം. ഓം ഭൂർഭുവസ്വഃ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം എന്നത് പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. ഭൂർ എന്നത് ഭൂമിയെയും ഭുവസ് എന്നത് അന്തരീക്ഷത്തെയും സൂചിക്കുന്നു. സ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം. തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്ന അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. സവിതുർ എന്നത് ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു. വരേണ്യം എന്നത് ശ്രേഷ്ഠമായ എന്നും സൂചിപ്പിക്കുന്നു. ഭർഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജ പ്രവാഹം. ദേവസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീകമായ. ധീമഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ധ്യാനിക്കുന്നു. ധിയോ യോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയെ. പ്രചോദയാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രചോദിപ്പിക്കട്ടെ. ഇതാണ് ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അർത്ഥം മനസ്സിലാവും. സകല ചരാചരങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാകുന്ന ഭഗവാന്റെ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ തേജസ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ചാമുണ്ഡി ദേവി മന്ത്രം, ചാത്തൻ സേവാ മന്ത്രം, നാഗമന്ത്രം, ഗണപതിയുടെ മൂലമന്ത്രം എന്നിങ്ങനെയുള്ള പലവിധ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.